ചൂടോടുകൂടി തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ബിസ്ക്കറ്റ് വെച്ചിട്ടൊരു അടിപൊളി പുഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആരോ റൂട്ടോ ഇഷ്ടമുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 45 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തീരെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേണമെന്നില്ല. നമുക്ക് വലുതും ചെറുതുമായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. കണ്ടോ, എല്ലാം ഇങ്ങനെ ചെറിയ പീസായിട്ടല്ല, ചെറുതും വലുതുമായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു സിറപ്പ് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, അല്ലാണ്ടാണ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ നമ്മുടെ മിക്സ് നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. വീണ്ടും ഇത് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, നമ്മുടെ ഇതിപ്പോൾ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ മിക്സ്, ഈ സിറപ്പ് നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ സിറപ്പ് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല, ചൂടോടുകൂടി തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് സാവകാശം നമുക്കിതിനെ ഒന്ന് മിക്സാക്കി എടുക്കാം. പതിയെ പതിയെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ബിസ്ക്കറ്റ് ഇങ്ങനെ ഒത്തിരി കുഴഞ്ഞു പോകുന്ന പാകത്തിനാകരുത്. നമ്മളിങ്ങനെ പതിയെ പതിയെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഈ സിറപ്പ് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ബിസ്ക്കറ്റിലേക്ക് അബ്സോർബായി വന്നോളും. അപ്പോൾ കണ്ടോ, ഈ ഒരു പാകത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് നെയ്യോ ബട്ടറോ ഒന്നും തേച്ചിട്ടില്ല, അല്ലാതെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ട്രേ ആണ്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ടോ, ബിസ്ക്കറ്റ് ഒന്നും അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് ആ ഒരു പരുവത്തിനായിട്ടില്ല. നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ സെയിം പാത്രത്തിൽ തന്നെ 1 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലതുപോലെ ഫ്ലെയിം ഓൺ ചെയ്യാതെ തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മൈദ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് സോസ് പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി കിട്ടും. ഫ്ലെയിം ഓൺ ചെയ്യാതെ ആദ്യം ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം.
ഉണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ സമയം നമ്മളൊന്ന് അതിനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ബട്ടർ ഫുള്ളായിട്ടൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചോക്ലേറ്റ് സോസിന് ഒരു നല്ലൊരു ഗ്ലേസിങ്, നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത നമ്മുടെ ആ മിക്സിൻ്റെ അകത്തേക്ക് നമ്മുടെ ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് അധിക സമയമൊന്നും വെക്കാനായിട്ട് അവർ സമ്മതിക്കുകയില്ല. ഇത് ശരിക്കും ഒരു 3/4 മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിലാണ് ഇത് ശരിക്കും നല്ല തിക്കായിട്ട് നമുക്ക് നല്ല ഷേപ്പിനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അതൊന്നും നടക്കുകയില്ല. പിന്നെ നമ്മൾക്ക് ആ സോസ് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഇനി നമ്മളിതിനെ വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. അതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ചും കൂടെ നമ്മളിതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ബൂസ്റ്റും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡെക്കറേഷന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബദാമോ അല്ലെങ്കിൽ നമ്മുടെ ക്യാഷോ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. വെറുതെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ മോനൊരു 3-4 പ്രാവശ്യം ഇതൊന്ന് കട്ട് ചെയ്തതാന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അരമണിക്കൂർ പോലും വെച്ചിട്ടില്ല. അപ്പോൾ എന്നാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പോൾ കുറച്ചുകൂടി സമയം ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ തണുക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ടാണ് വരുന്നത്. ഇവിടെ എൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട് ആൾ. കണ്ടോ, നമ്മുടെ ബിസ്ക്കറ്റ് ഒന്നും അങ്ങനെ കുഴഞ്ഞ് പോയിട്ടില്ല. നല്ല ഇതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് അവൻ കൊണ്ടുപോയി. ഇപ്പം എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നതാണ്. ഇപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.